So we pass on to the next problem, problem number 5. Determine a suitable number of slots and conductors per slot for the stator winding of a three-phase 3300 volt 50 Hz 300 rpm alternator. The diameter is 2.3 meter and the axial length of the core is 0.35 meter. The maximum flux density in the air gap should be approximately 0.9 Wb per meter square. Assume sinusoidal flux distribution, use single layer winding and star connection for stator. So, ഇവിടെ നമുക്ക് എത്ര സ്ലോട്ട്സ് വേണമെന്നും ഒരു സ്ലോട്ടിനകത്ത് എത്ര കണ്ടക്ടേഴ്സ് വേണമെന്നും ഉള്ള കാര്യങ്ങളാണ് വൈൻഡിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയമെൻഷൻസ് ആക്ച്വലി തന്നിട്ടുണ്ട്. The diameter is 2.3 meter and the axial length of the core is 0.35 meter. അപ്പം തന്നിട്ടുള്ള സംഗതികളൊക്കെ കുറിക്കണം. ഇവിടെ ഞാൻ കുറിച്ചിട്ടില്ല, നിങ്ങൾ കുറിക്കണം അത്. എന്നിട്ടേ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് എന്തൊക്കെ കണ്ടുപിടിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് പറയുന്നത് അത് കുറിച്ചിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളത് അവിടെ എഴുതണം. അപ്പോൾ അത് നിങ്ങൾക്കത് ഏത് രീതിയിൽ പ്രോബ്ലം ചെയ്ത് പോകണമെന്ന് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾനസ് സ്പീഡ് തന്നിട്ടുണ്ട് 300 rpm. അപ്പോൾ സിംഗിൾനസ് സ്പീഡിന് RPS NS സ്മോൾ NS നമുക്ക് കണ്ടുപിടിക്കാം. 300/65 RPS. അപ്പോൾ എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ 2f/p ആണല്ലോ NS എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ P എന്ന് പറയുന്നത് 2f/NS. അപ്പോൾ 2 × 50/5 = 20 നമ്പർ ഓഫ് പോൾസ്. ഇനി എന്താണ് ഈ ഇവിടെ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിങ്ങോ ഒന്നും തന്നിട്ടില്ല. സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ഒന്നും തന്നിട്ടില്ല. അത് നമുക്ക് ആവശ്യമാണ്. എങ്ങനെ ആവശ്യം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ബി ആവറേജാണ്. അതിന് പകരം തന്നിരിക്കുന്നത് എന്താണ്? ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി എയർ ഗ്യാപ്പ് ഓഫ് ദി മെഷീൻ ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി 0.9 Wb per meter square. മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പോളിൻ്റെ അടിയിലുള്ള ആ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു പോളിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. ദ പോൾ ഈസ് ലൈക്ക് ദിസ് ആൻഡ് ഈ പോളിൻ്റെ അടിയിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് സിനുസോയിഡൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി അസ്യൂം സിനുസോയിഡൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വി എയിം ടു ഹാവ് സിനുസോയിഡൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഓൾവേസ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദാറ്റ് പർപ്പസ് വി ഷേപ്പ് ദ പോൾ ഫേസ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ സാലിയൻ പോളിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ പോളിൻ്റെ ഫേസ് ഷേപ്പ് ചെയ്തിരിക്കുന്ന അതേപോലെ. പിന്നെ ഇവിടെ ഇപ്പം എയർ ഗ്യാപ്പ് ഇതിനിടയിലുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ റോട്ടർ സർഫസ് വരുന്നത്. അപ്പോൾ റോട്ടറിനും ഈ പോളിനും ഇടയിലുള്ളതാണല്ലോ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഗ്യാപ്പ് ഇവിടെ കുറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഫ്ലക്സ് കൂടുതലായിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേ എയർ ഗ്യാപ്പ് കൂടി വരും. അപ്പോൾ ഒരു സിനുസോയിഡലായിട്ടുള്ള ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടത്തക്ക രീതിയിൽ നമ്മളിതിനെ ഈ പോൾ ഫേസിനെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ ഷേപ്പ്. അപ്പം ആക്ച്വലി ദ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിനുസോയിഡലി ഡിസ്ട്രിബ്യൂട്ടഡ് ലൈക്ക് ദിസ് ആൻഡ് വെയർ യു ഹാവ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ലൈക്ക് ഹിയർ അറ്റ് ദി പോൾ സെൻറ്റർ. പോളിൻ്റെ സെൻറ്ററിൽ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി വരത്തക്ക രീതിയിലാണ്. അപ്പോൾ ഇവിടെ മാക്സിമം ഫ്ലക്സ്, ബാക്കി ഇങ്ങോട്ട് സിനുസോയിഡല്ല. അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇൻ്റർപോളാർ ഗ്യാപ്പിൽ നിന്നും θ° ഇങ്ങോട്ട് മാറി ഈ സ്ഥലത്തെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് സിനുസോയിഡൽ ആയതുകൊണ്ട് BM ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ വെൻ ദിസ് ആംഗിൾ ഈസ് തീറ്റ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ പോയിന്റിലെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ദിസ് വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് BM sin θ. അതല്ലോ സൈൻ കർവിൻ്റെ പ്രത്യേകത. ഇവിടുന്ന് നമ്മൾ തീറ്റ ഇങ്ങോട്ട് മാറി ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ BM sin θ. അപ്പം അത് നമ്മൾ കറണ്ടിനും വോൾട്ടേജിനും എല്ലാം ബാധകമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷനായി കാണിച്ചിരിക്കുന്നത്. എങ്കിലും സിനുസോയിഡലായിട്ട് വേരി ചെയ്യുന്നതുകൊണ്ട് ആ ഇക്വേഷൻ ബാധകമാണ്. അപ്പം BM മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ ഫ്രം ഹിയർ ടു ഹിയർ BM sin θ. ഓക്കെ. അപ്പം the equation for this curve is at any point the flux density is Bm sin theta, where theta is this angle.
അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, തീറ്റ. അപ്പം ഈ ഇവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ബി എന്നും പറഞ്ഞ്. ആ ബി ഈസ് ഈക്വൽ ടു ബി എം സൈൻ തീറ്റയാണ്. അതാണ് വേരിയേഷൻ. ബി ഈസ് ഈക്വൽ ടു ബി എം സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്തായിരിക്കും? ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി. ഏത് സിനുസോയിഡൽ വേവിനെ സംബന്ധിച്ചും ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഇൻറ്റു 2/π. ദി ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു മാക്സിമം വാല്യൂ. അതാണ് സിനുസോയിഡൽ വേവിനുള്ള റിലേഷൻഷിപ്പ്. ഇപ്പോൾ കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ ആണെങ്കിൽ 2/π ഇൻറ്റു IM. വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ ആണെങ്കിൽ ഈസ് 2/π ഇൻറ്റു വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്ന മാതിരി ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി എയർ ഗ്യാപ്പ്, ബി ആവറേജ്. അതാണ് നമ്മുടെ സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു BM. അപ്പോൾ ഇവിടെ BM തന്നിട്ടുണ്ട്. BM മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദാറ്റ്? മാക്സിമം വാല്യൂ ഈസ് 0.9. The maximum flux density in the air gap is approximately 0.9. അപ്പോൾ 2/π ഇൻറ്റു BM 0.9. അപ്പോൾ അതെത്രയാണ്? അത് നമുക്ക് കിട്ടുന്നത് ബി ആവറേജ് ഈസ് ഈക്വൽ ടു 0.573 Wb/m². അപ്പോൾ അതിൽ നമുക്ക് ഫ്ലക്സ് പെർ പോൾ കണ്ടുപിടിക്കാം. ബി ആവറേജും ഫ്ലക്സ് പെർ പോളും നമ്മൾ ബന്ധം എന്താണ്? ഫൈ ഈക്വൽ ടു ബി ആവറേജ് ഇൻറ്റു πdl/p. കാരണം ബി ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ഡിവൈഡഡ് ബൈ πdl/p. ബി ആവറേജ് സമം സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് സമം ഫൈ ഡിവൈഡഡ് ബൈ πdl/p. അതിൽ നിന്ന് ഈ റിലേഷൻ ഫൈ ഈക്വൽ ടു ബി ആവറേജ് ഇൻറ്റു πdl/p. അപ്പോൾ ഇവിടെ നമുക്ക് ബി ആവറേജ് കിട്ടി ഉണ്ട്. D and L values are given. The D and L values, diameter is 2.3 meter and L is 0.35 meter. അപ്പോൾ നമുക്ക് ഫൈ ഈക്വൽ ടു 0.0725 വെബ് കിട്ടും. പി നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 20 നമ്പർ ഓഫ് പോൾസ്. ഇനി വോൾട്ടേജ് പെർ ഫേസ് EPH. വോൾട്ടേജ് ലൈൻ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 3 ഫേസ് സിസ്റ്റത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തരുന്നതെല്ലാം ലൈൻ വാല്യൂ ആയിരിക്കും. ഇപ്പം ഇറ്റ് ഈസ് സ്റ്റാർ കണക്റ്റഡ് ഓഫ് എ 3 ഫേസ് ഓൾട്ടർനേറ്ററാണ്. ഇത് സാധാരണയായിട്ട് സ്റ്റാർ കണക്റ്റഡ്, അപ്പം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സോ വോൾട്ടേജ് പെർ ഫേസ് ഈസ് ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3. ദ വോൾട്ടേജ് പെർ ഫേസ് EPH ഇസ് ഈക്വൽ ടു 3300/√3. അപ്പോൾ 1905 വോൾട്ട്സ് എന്ന് കിട്ടും. 1905 വോൾട്ട്സ്. അപ്പോൾ അതിൽ നിന്ന് ടേൺസ് പെർ ഫേസ് നമുക്ക് കണ്ടുപിടിക്കും. ഇൻഡക്ഷൻ മോട്ടറിലൊക്കെ ഇത് നമ്മൾ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തുള്ള ടേൺസ് പെർ ഫേസ്, വൈൻഡിങ്ങിൻ്റെ ടേൺസ് പെർ ഫേസ് സമം EPH ഡിവൈഡഡ് ബൈ 4.44 kW/Fi. എന്തുകൊണ്ടാണ് EPHs എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ 4.44 kW ഇൻറ്റു FI TPH. അപ്പം TPH കണ്ടുപിടിക്കാൻ EPH ഡിവൈഡഡ് ബൈ 4.44 kW, നമ്മുടെ KC ഇൻറ്റു KD എന്ന് പറയുന്നത് വൈൻഡിങ് ഫാക്ടർ. അതിവിടെ തന്നിട്ടുണ്ടോ? ഇവിടെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ വെരി വെൽ അസ്യൂം ഇറ്റ് ഇസ് 0.955 ഓർ 0.96. ഇവിടെ നമ്മൾ 0.95 എന്നാണ് സാധാരണ അസ്യൂം ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ TPH സമം 123.9. If you simplify this, it is equal to 123.9, which can be taken as TPH equal to 124. ഇനി നമുക്ക് so what we will do next? The slots per pole per phase usually varies from 2 to 4. അത് 2 ആകാം, 3 ആകാം, 4 ആകാം. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റസ് സ്ലോട്ട്സ് എത്ര വരുമെന്ന് നോക്കാം. അപ്പം 2 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ആകുമ്പോൾ മൊത്തം എത്ര സ്ലോട്ട്സ് കാണും? സ്റ്റേറ്റസ് സ്ലോട്ട്സ് 20 പോൾസ് ഉണ്ട്. 20 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. ഓരോ പോളിൻ്റെ അണ്ടറിൽ ഓരോ ഫേസിനും 2 സ്ലോട്ട്. അതാണല്ലോ ഇത്. അപ്പോൾ മൊത്തം സ്ലോട്ട്സ് എന്ന് പറയുന്നത് ഒരു പോളിൻ്റെ അടിയിൽ 2 × 3, R ഫേസിന് 2, B ഫേസിന് 2, Y ഫേസിന് 2. അപ്പോൾ 3നും കൂടി 2 × 3. അങ്ങനെ എല്ലാ പോളിൻ്റെ അണ്ടറിലുണ്ട്. അപ്പോൾ × 20. ഇപ്പം 2 × 3 × 20 120 എന്ന് വരും.
മൂന്ന് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് മൂന്നാകുമ്പോഴോ മൂന്നാകുമ്പോഴേ മൂന്ന് ഫേസിനും കൂടി 3 പിന്നെ അങ്ങനെ എല്ലാ പോളിൻ്റെ അണ്ടറിൽ 20 പോൾസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 20. ഇനി 4 ആണെങ്കിലോ 4 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് 4 ആണെങ്കിലോ അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഫേസിന് 4 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ 20 നമ്പർ ഓഫ് പോൾസ് 4 ഇൻറ്റു 3 ഇൻറ്റു 20. അപ്പോൾ 120, 180, 240. അപ്പോൾ ഇത് 20 നമ്പർ ഓഫ് പോൾസിനുള്ള കേസാണ്. അപ്പോൾ ഇവിടെ SS ഈക്വൽ ടു സ്റ്റേറ്റസ് സ്ലോട്ട്സ് ഈക്വൽ ടു 120, സ്റ്റേറ്റസ് സ്ലോട്ട്സ് 120 ആകുമ്പോൾ when status slots equal to 120, what will be the slot pitch? Slot pitch എന്ന് പറയുന്നത് എത്ര വരും? slot pitch is pi d. അപ്പോൾ അത് സെൻറ്റിമീറ്ററിൽ നമുക്ക് സ്ലോട്ട് പിച്ച് എടുക്കാം. സെൻറ്റിമീറ്ററിലാണല്ലോ നേരത്തെയുള്ള ടേബിളിൽ സെൻറ്റിമീറ്ററിൽ വെച്ചാണ് സ്ലോട്ട് പിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഡയമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാം. അപ്പം 2.3 മീറ്റർ എന്നുള്ളത് 230 സെൻറ്റിമീറ്റർ. അപ്പം പൈ ഡി മൊത്തം സർക്കംഫറൻഷ്യൽ ലെങ്ത് ആണല്ലോ. പൈ ഡി മൊത്തം സർക്കംഫറൻഷ്യൽ ലെങ്ത് ആണ് പൈ ഡി എന്ന് പറയുന്നത്, സർക്കംഫറൻസ്. ഡയമീറ്റർ ഡി. അപ്പോൾ ഇത് ചുറ്റാകെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസ് എന്ന് പറയുന്നത് പൈ ഡി. ദാറ്റ് ഈസ് പൈ ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ എത്ര സ്ലോട്ട്സ്? 120 സ്ലോട്ട്സ് ഉള്ളപ്പോൾ നമ്മൾ 2 സ്ലോട്ടുകൾക്ക് ഇടയിലുള്ള പിന്നെ ഡിസ്റ്റൻസ് ആണല്ലോ സ്ലോട്ട് പിച്ച് എന്ന് പറയുന്നത്. അപ്പം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് സ്ലോട്ട്സ് എന്ന് പറയുമ്പോൾ പൈ ഡി ബൈ 120. അപ്പോൾ 6.02 സെൻറ്റിമീറ്റർ. അപ്പം ഇത് 3.3 kV മെഷീനാണ്, 3300 വോൾട്ട്സാണ്. അപ്പോൾ ഫോർ 3.3 kV മെഷീൻസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് സ്ലോട്ട് പിച്ച് ഈസ് ലെസ് ദാൻ 4 സെൻറ്റിമീറ്റർ അല്ലേ? 4 സെൻറ്റിമീറ്റർ താഴെ ആയിരിക്കണം. ഈസ് ലെസ് ദാൻ നോക്കണം, ഈസ് അപ് ടു 6 kV, 3.3 kV. 3 kV കഴിഞ്ഞാൽ അപ്പം 3.3 kV എന്ന് പറഞ്ഞാൽ 3 kVക്ക് മുകളിലാണ്, 6 kVക്ക് താഴെയാണ്. അപ്പം സ്ലോട്ട് പിച്ച് ഷുഡ് ബി ലെസ് ദാൻ 40 mm താഴെ, അതായത് 4 സെൻറ്റിമീറ്റർ. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 4 സെൻറ്റിമീറ്റർ. സോ അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുമ്പോഴോ 120 സ്ലോട്ട്സ് പറ്റത്തില്ല. 180 സ്ലോട്ട് ആകുമ്പോഴോ വെൻ വി ടേക്ക് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഈക്വൽ ടു 180. സോ സെലക്ടിങ് SS ഈക്വൽ ടു 180, സ്ലോട്ട് പിച്ച് ഈക്വൽ ടു വീണ്ടും ആ ഡയമീറ്റർ പൈ ഡി എന്ന് പറയുന്നത് ഇവിടെ 230. പൈ ഡി ബൈ 180 ഈസ് അത് നോക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ താഴെയാണ്. സോ 4 സെൻറ്റിമീറ്റർ താഴെ, അപ്രോക്സിമേറ്റ്ലി 4 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് വിതിൻ ലിമിറ്റ്സ് ആൻഡ് ഹെൻസ് SS can be selected as 180. So number of status slots equal to 180. അപ്പം ടോട്ടൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതോ 180 സ്ലോട്ട്സ് എന്നെടുക്കുകയാണെങ്കിൽ എത്ര കണ്ടക്ടർ വരും? 180 സ്ലോട്ട്സ്. അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ കണ്ടക്ടേഴ്സ് 6 ഇൻറ്റു TPH. നേരത്തെ TPH എന്ന് പറയുന്നത് 6 ഇൻറ്റു TPH, ടോട്ടൽ കണ്ടക്ടേഴ്സ്. ടേൺസ് പെർ ഫേസ് വി ഗോട്ട് ദ ടേൺസ് പെർ ഫേസസ് 124. നേരത്തെ കിട്ടിയതാണ്, കാൽക്കുലേറ്റ് ചെയ്ത് 124 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പം ടേൺസ് പെർ ഫേസ് 124 ആണെങ്കിൽ ഇത്ര കണ്ടക്ടേഴ്സ് കാണും. ടേൺസ് പെർ ഫേസും കണ്ടക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ടേൺസ് പെർ ഫേസും കണ്ടക്ടേഴ്സും തമ്മിലുള്ള ടേൺസ് പെർ ഫേസ്. അപ്പം അത് പെർ ഫേസ് ആണ് ടേൺസ് പെർ ഫേസ്. കണ്ടക്ടേഴ്സ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ ടേൺസ് പെർ ഫേസ് ഇൻറ്റു 2 എന്നപ്പോൾ അങ്ങനെ 3 ഫേസിനും അപ്പോൾ 2 ഇൻറ്റു 3 അങ്ങനെയാണ് 6 TPH എന്ന് പറയുന്നത്. ടോട്ടൽ കണ്ടക്ടേഴ്സ് ഈസ് ഈക്വൽ ടു 6 TPH. അപ്പോൾ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ടോ 6 ഇൻറ്റു 124 ടോട്ടൽ കണ്ടക്ടേഴ്സ് മുകളിലത്തെ 6 ഇൻറ്റു 124 ടോട്ടൽ കണ്ടക്ടേഴ്സ്. നമ്പർ ഓഫ് സ്ലോട്ട്സ് നമ്മൾ 180 എന്നും പറഞ്ഞെടുത്തു. അപ്പോൾ 4.13 ഒരു സ്ലോട്ടിൽ 4.13 കണ്ടക്ടർ. 0.13 കണ്ടക്ടർ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഷുഡ് ബി ആൻ ഇൻറ്റീജർ. കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് അപ്പം നമ്മൾ 4 എന്നും പറഞ്ഞെടുക്കുന്നു, 4 ഈവൻ നമ്പർ എടുക്കുന്നു. സോ ടേക്ക് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് ഈക്വൽ ടു 4. അപ്പം
ടോട്ടൽ സ്റ്റേറ്റഡ് കണ്ടക്ടേഴ്സോ ഒരു സ്ലോട്ടിൽ 4, 4.13 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ 4 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ സ്റ്റേറ്റഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 4 × 180. ഒരു സ്ലോട്ടിൽ 4, അങ്ങനെ 180 സ്ലോട്ടുകളിലായിട്ട് 4 × 180. സോ അപ്പം ടേൺസ് പെർ ഫേസ് ആക്ച്വലായിട്ട് എത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? 4 × 180 ഡിവൈഡഡ് ബൈ 6 കണ്ടക്ടേഴ്സും ടേൺസ് പെർ ഫേസും നമ്മളുടെ റിലേഷൻ. കണ്ടക്ടേഴ്സിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടേൺസ് പെർ ഫേസ് കിട്ടും. അതനുസരിച്ച് നമ്മൾ ടേൺസ് പെർ ഫേസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴോ യഥാർത്ഥത്തിൽ ഈ 4.13ക്ക് പകരം 4 എന്നുള്ള അപ്രോക്സിമേഷൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റഗ്രൽ വാല്യൂ എടുക്കാനൊക്കെ ഉള്ളൂ. ടേൺസ് പെർ ഫേസ് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ 4 × 180 ഡിവൈഡ് ബൈ 6, 120 ടേൺസേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഫേസിൽ. അപ്പോൾ 124 പകരം ടേൺസ് പെർ ഫേസ് 120 കൊടുക്കുന്നുള്ളൂ. 124 പകരം നമ്മൾ 120 കൊടുക്കാൻ പറ്റുന്നുള്ളൂ. സിൻസ് ദ നമ്പർ ഓഫ് ടേൺസ് ഹാസ് ഡിക്രീസ്ഡ് ബൈ അപ്പോൾ 3%. 124 പകരം 124 ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം കൊടുക്കേണ്ടിയിരുന്നത്. ആ പ്രീവിയസ് പേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടി പി എച്ച് എന്ന് പറഞ്ഞാൽ 124. നമ്മളിവിടെ ചെയ്ത് നോക്കിയപ്പോൾ 120 നമുക്ക് ഈ രീതിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 4 ടേൺസ് കുറയുന്നു ഒരു ഫേസിൽ. 4 ടേൺസ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് 124? അപ്പം 4 ഡിവൈഡഡ് ബൈ 124 × 100. 4 അപ്പോൾ ഇത് 0.03 എന്ന് നോക്കണം. 4 124 പകരം 120 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 4 ഔട്ട് ഓഫ് 124 × 100. അപ്പം 0.03 എന്ന് പറയുന്ന ഒരു 3% കുറച്ചേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ടേൺസ് 3% കുറയുമ്പോഴോ ദ ഫ്ലക്സ് ഡെൻസിറ്റി ഹാസ് ടു ബി പ്രൊപ്പോർഷണലി ഇൻക്രീസ് ടു ഹാവ് ദ സെയിം വോൾട്ടേജ്. അപ്പോൾ കാരണം നമുക്ക് ഇ പി എച്ച് എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇ പി എച്ച് is equal to 4.44 kW into F into 5 into TPH വോൾട്സ്. ഇതാണ് നമ്മുടെ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ എക്സ്പ്രഷൻ. 4.44 kW into Fi TPH. അപ്പോൾ ഇവിടെ നമ്മൾ ടേൺസ് പെർ ഫേസ് ഒരു 3% കുറയ്ക്കുക. ടേൺസ് പെർ ഫേസ് ഒരു 3% കുറയ്ക്കേണ്ടി വന്നു ടേൺസ് പെർ ഫേസ്. അപ്പോൾ നമുക്ക് സെയിം വോൾട്ടേജ് തന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ 5 എന്ന് പറയുന്ന ഒരു 3% കൂട്ടിയാൽ മതി. അപ്പോൾ 5ക്ക് എത്ര വാല്യൂ ഉണ്ടോ അതിൻ്റെ ഒരു 3% കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഡിക്രീസ് ഇൻ വോൾട്ടേജ് ബിക്കോസ് ഓഫ് ദ ഡിക്രീസ് ഇൻ ടേൺസ് പെർ ഫേസ് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ദ ഇൻക്രീസ് ഇൻ ഫ്ലക്സ്. ദ ഡിക്രീസ് ഇൻ വോൾട്ടേജ് ബിക്കോസ് ഓഫ് ദ ഡിക്രീസ് ഇൻ ടേൺസ് പെർ ഫേസ് will be compensated by the increase in flux of 3%. So no harm, you can reduce the number of turns by 3%, but the only thing is, in order to keep the voltage the same, the flux has to be increased by 3%. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചേക്കണം.